ഇവിടെ ഇന്ന് ഡയബറ്റീസ് എന്ന അസുഖത്തെക്കുറിച്ചാണ് ക്ലാസ്. ഡയബറ്റീസ് മെലിറ്റസ് എന്നും നമ്മൾ പറയും. ക്രോണിക് ഹൈപ്പർ ഗ്ലിസർമിയ എന്നും കൂടി പറയും. ക്രോണിക് ഹൈപ്പർ ഗ്ലിസ്മിയ, ക്രോണിക് ഹൈപ്പർ ഗ്ലിസ്മിയ. ഇവിടെ താഴെ ഞാൻ ഓറഞ്ച് നിറത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ഡയബറ്റീസ് മെലിറ്റസ് ഈസ് അതർവൈസ് നോൺ ആസ് ക്രോണിക് ഹൈപ്പർ ഗ്ലിസ്മിയ. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് മെറ്റബോളിക് ഡിസീസ് കോസ്ഡ് ബൈ ഡിഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഷുഗർ ബൈ ദ ബോഡി. ഷുഗറിനെ പ്രോപ്പറായിട്ട് ശരീരത്തിന് യൂസ് ചെയ്യാൻ പറ്റാതെ ബ്ലഡ് സ്ട്രീമിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഡയബറ്റിക് പേഴ്സൺ ഉണ്ടാവുന്നത്. ഡയബറ്റിക് പേഴ്സൺ ഷുഗർ ഈസ് നോട്ട് ഏബിൾ ടു എൻ്റർ ഇൻ ടു സെൽസ് ആൻഡ് ഇറ്റ് റിമെയിൻ ഇൻ ദ ബ്ലഡ് ഇൻ എക്സസ് എമൗണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഊർജം ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് എനർജി ആവശ്യമുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നു. These glucose molecules are used as major fuel for various activities of the body. This process is called glucose metabolism. പാൻക്രിയാസ് ആണ് അബ്ഡോമനിലുള്ള ഒരു ലീഫ് ലൈക്ക് ഓർഗനാണ് പാൻക്രിയാസ്. ശ്രദ്ധിക്കുക, പാൻക്രിയാസ് ലീഫ് ലൈക്ക് ഓർഗനാണ്. അതിൽ പ്രധാന സെല്ലുകളിലൊന്നാണ് ബീറ്റ സെൽസ്. ലീഫ് ലൈക്ക് ഓർഗൻ അബ്ഡോമനിൽ പാൻക്രിയാസ്, അതിലെ പ്രധാന സെൽസുകളിലൊന്നാണ് ബീറ്റ സെൽസ്. അവരാണ് ഇൻസുലിൻ എന്ന ഹോർമോണെ ഉൽപ്പാദിപ്പിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഡയബറ്റീസ് മെലിറ്റസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് മെറ്റബോളിക് ഡിസീസ്. സിംറ്റംസ്: ഹൈ ബ്ലഡ് ഷുഗർ ആൻഡ് ഇഫ് അൺട്രീറ്റഡ് ഡിസീസസ് ക്യാൻ കോസ് മെനി കോംപ്ലിക്കേഷൻ. മറ്റു അസുഖങ്ങൾ ഉണ്ടാക്കിയിട്ട് മരണത്തിലേക്ക് എത്തിക്കും. ഒരുപാട് പറയാനുണ്ട്. ഇപ്പം ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, വെൻ പാൻക്രിയാസ്, ഈ പാൻക്രിയാസിലെ ബീറ്റ സെൽസാണ് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ വെൻ പാൻക്രിയാസ് സെക്രീറ്റ് അഡ്വക്കേറ്റ് എമൗണ്ട് ഓഫ് ഇൻസുലിൻ, ദ പെർസെൻറ്റേജ് ഓഫ് ബ്ലഡ് ഷുഗർ ഇൻക്രീസസ് ആൻഡ് ലീഡ് ടു ഡയബറ്റിക് മെലിറ്റസ്. ഈ ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കാം, ഒന്ന്. രണ്ട്, ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും, പക്ഷേ സെൽസ് അവരെ വാതിൽ തുറക്കില്ല. നമുക്കിനി ഈ പേജിലേക്ക് പോവാം. രണ്ട് ടൈപ്പാണ് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് മെലിറ്റസ്, IDDM. ഇവിടെ പാൻക്രിയാസിന് ആവശ്യത്തിന് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. ഈ അസുഖം നോർമലി ഇതിന് മറ്റൊരു പേരും കൂടി പറയും. IDDM എന്ന് പറയും, ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയും. മറ്റൊന്ന് ജുവനൈൽ ഓൺസെറ്റ് ഡയബറ്റീസ്. ജുവനൈൽ ഹോം എന്നൊക്കെ കേട്ടല്ലേ, അതായത് കുട്ടികൾക്കും ഈ അസുഖം ഉണ്ടാവും. It is caused by total or near total destruction of the pancreatic beta cells. Pancreas is not able to produce insulin. This hormone must be injected regularly. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണം? ഇൻസുലിൻ ഇഞ്ചെക്റ്റ് ചെയ്യണം. നമ്മുടെ പല കാരണവന്മാരും ഇൻസുലിൻ ഇഞ്ചെക്റ്റ് ചെയ്യുന്നവർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. ഇത് ചെറുപ്പത്തിലും ഉണ്ടാവാം. അതുകൊണ്ട് എന്ത് പറയുന്നവരെ? ജുവനൈൽ ഓൺസെറ്റ് ഡയബറ്റീസ്. ടൈപ്പ് 2 NIDDM, നോൺ ഇൻസുലിൻ ഡയബറ്റീസ് മെലിറ്റസ്. ഇവരെ മറ്റൊരു പേരും കൂടി പറയും മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ്. പ്രായമായവർ 40-ന് മേളിലുള്ളവർക്കും ഉണ്ടാവാം. ഇവിടെ എന്താണ്? ഇൻസുലിനൊക്കെ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ വാതിൽ തുറക്കുന്നില്ല, സെൽസ് അവരെ തുറക്കുന്നില്ല. ബട്ട് ദിസ് ബോഡി സെൽസ് ആർ അൺറെസ്പോൺസീവ് ടു ഇൻസുലിൻ. നമ്മുടെ ബോഡി സെൽസിനാണ് ഇവിടെ ഇഷ്യൂ. ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ കേസ് ഓഫ് ഓവർ വെയ്റ്റ്, ഒബേസിറ്റി. അപ്പോൾ പൊണ്ണത്തടിയുള്ളവർക്കൊക്കെ ഇത് വരാം. നമ്മൾ ഇത് എന്തുകൊണ്ടുണ്ടാവുന്നു? മൊത്തത്തിൽ ലാക്ക് ഓഫ് എക്സസൈസ്, ഹൈ ബ്ലഡ് പ്രഷർ, ഓവർ വെയ്റ്റ്, ഒബേസിറ്റി, ഏജിങ്, പ്രായം കൂടുന്തോറും, ഹെറിഡിറ്റി, പാരമ്പര്യം. പരിധിയുണ്ട് പാരമ്പര്യത്തെ തടഞ്ഞു നിർത്താൻ. പാരമ്പര്യമുള്ളവരെന്ത് ചെയ്യണം? നന്നായി എക്സസൈസ് ചെയ്യണം. ആൽക്കഹോൾ കൺസപ്ഷൻ, മദ്യം കഴിക്കില്ല. ഓവർ ഈറ്റിംഗ്, അമിതമായ ഭക്ഷണം കഴിക്കുക. ഫുഡ് സെലക്ഷൻ, മധുരമുള്ള ഭക്ഷണം അതേപോലെ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണം ഒഴിവാക്കുക. ഡ്രഗ് അബ്യൂസ്, അമിതമായിട്ട് ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ കഞ്ചാവും മയക്കുമരുന്നും മാത്രമല്ല, അമിതമായിട്ട് ഗുളിക കഴിക്കുന്നത് അബ്യൂസാണ്. സ്മോക്കിംഗ്, അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ, തെറ്റായ ജീവിത രീതി. രാത്രി ഉറക്കൊളിച്ച് TV കാണുക, കളി കാണുക, ഫുട്ബോൾ കളി കാണുക, ക്രിക്കറ്റ് കളി കാണുക, സിനിമ കാണുക. അപ്പോൾ മുട്ട പൊരിച്ചു, സ്നാക്സ് കഴിച്ചു, പോപ്കോൺ കഴിച്ചു, നമ്മുടെ ലേസ് കഴിച്ചു, ഫാസ്റ്റ് ഫുഡ് സാധനങ്ങൾ കഴിക്കുക. ഇംപയർഡ് പാൻക്രിയാസ് ഡാമേജ്ഡായി. സ്ട്രെസ്, അമിതമായ ടെൻഷൻ ഉണ്ടാകുമ്പോഴും ഈ വക ഇഷ്യൂസ് ഉണ്ടാവാം. ഫുഡ് സെലക്ഷൻ, തെറ്റായ ഭക്ഷണം സെലക്ട് ചെയ്യുക. ഡയബറ്റീസ് മെലിറ്റസ്. മാനേജിങ് ഡയബറ്റീസ് ഈസ് നോട്ട് എ സയൻസ്, ഇറ്റ്സ് എൻ ആർട്ട്. ശ്രദ്ധിക്കുക. അപ്പോൾ
ഡയബറ്റീസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് മെറ്റബോളിക് ഡിസീസ് കോസ്ഡ് ബൈ ഡിഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഷുഗർ ബൈ ദ ബോഡി. ഞാൻ ഇതൊക്കെ പറഞ്ഞു പോയതാണ്, ഇനി ഇതിലേക്ക് ഡീപ്പായിട്ട് പോണില്ല, ഞാനിതെല്ലാം പറഞ്ഞു പോയതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഭക്ഷണം കഴിക്കാണ്ട് രാവിലെ വെറും വയറ്റിൽ, മറ്റൊന്ന് ഭക്ഷണം കഴിച്ച് ഉള്ള ടെസ്റ്റുമാണ്. അപ്പോൾ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് FBSും അല്ലാത്തതും. നോർമൽ 110 താഴെ, പോസ്റ്റ് പ്രാൻഡിയൽ 140, ഇമ്പയർഡ് ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ 110 to 125, 140 to 200 അവിടെ. ഡയബറ്റീസ് 125 എബോ, ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിലോ 200 എബോ. ഇപ്പോൾ അത് വാല്യൂസൊക്കെ കുറച്ചും കൂടി WHO പറഞ്ഞാണ് ഇപ്പോൾ കുറച്ചും കൂടി മോഡേണൈസ്ഡൊക്കെ ആയിട്ടുണ്ട്, നിങ്ങൾ അത്ര അങ്ങോട്ട് പേടിക്കേണ്ട. പക്ഷേ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പരിധി വരെ ഇതിനെ കൺട്രോൾ ചെയ്യാം. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ അവിടെ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എക്സ്ട്രാ. ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുക. അതിനെ പോളിയൂറിയ എന്ന് പറയും. അവിടെ UR എത്തിയുള്ളൂ, പോളിയൂറിയ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുക, കിടക്കുമ്പോൾ വീണ്ടും എഴുന്നേക്കാൻ മൂത്രമൊഴിക്കാൻ പോവുക, മൂത്രശങ്ക. അൺക്വെഞ്ചബിൾ തസ്റ്റ്, അമിതമായ ദാഹം, ഏത് നേരം വെള്ളം കുടിക്കുക, വെള്ളം കുടിച്ച് മരിച്ചു എന്ന് തോന്നിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. ഇങ്ങനെ ഉള്ള എല്ലാ വികാരങ്ങളും ഡയബറ്റീസ് ലക്ഷണമാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കേണ്ട. ഡയബറ്റീസുകാർക്കുള്ള ലക്ഷണങ്ങളാണ് ഇത്, മറ്റസുഖങ്ങൾക്കും ലക്ഷണങ്ങളാവാം. പോളിഡിപ്സിയ, ഏത് നേരം ദാഹിക്കുക. ബ്ലഡ് വിഷൻ, കാഴ്ച മങ്ങുക. കോൺസ്റ്റൻറ്റ് ഹങ്കർ, ഏത് നേരം വിശക്കുക. ഫറ്റീഗ്, ഭയങ്കര തളർച്ച. കോൺസ്റ്റൻറ്റ് ഹങ്കറിൻ്റെ മറ്റൊരു വാക്കാണ് പോളിഫാഗിയ. റെഡ് സ്വോളൻ ആൻഡ് ടെൻഡർ ഗംസ്, മോണ പഴുക്കുക, ചുമക്കുക, മോണയും പല്ലിന് പഴുപ്പും പ്രശ്നങ്ങളും. നോസിയ, ഛർദ്ദിക്കാൻ വരിക. ഫ്രീക്വൻറ്റ് ഇൻഫെക്ഷൻ, മുറിവ് ഉണങ്ങാതിരിക്കുക, മുറിവുകൾ പഴുക്കുക ഉണങ്ങാതിരിക്കുക. സ്ലോ ഹീലിംഗ് വൂണ്ട്, സെയിം സാധനമാണ്, മറ്റു പഴുക്കുക, ഇത് മുറിവ് എല്ലാം ഉണങ്ങണുള്ളൂ. ഹൈ ബ്ലഡ് പ്രഷർ, ബ്രീത്ത് സ്മെൽസ് ലൈക്ക് നെയിൽ പോളിഷ്, നെയിൽ പോളിഷിൻ്റെ മണമുള്ള വായ നാറ്റം. എക്സസ് സ്വെറ്റിംഗ്, അമിത വേർപ്പ്. വെയിറ്റ് ലോസ്. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി സിംറ്റംസ് വീണ്ടും ഇവിടെ ഇത് പറഞ്ഞു പോയതാണ്. ഫറ്റീഗ് ഇതൊക്കെ പറഞ്ഞു, വോമിറ്റിംഗ്, അബ്ഡോമിനൽ പെയിൻ എല്ലാം പറഞ്ഞു പോയത്. ഗുഡ്. കോംപ്ലിക്കേഷൻ ഓഫ് ഡിസീസ്, ഇതുകൊണ്ട് കിഡ്നി തകരാറിലായി ആൾ മരിക്കാം, ഇതുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാം, ഇതുകൊണ്ട് നെർവസ് സിസ്റ്റം ഡിസോർഡറായിട്ട് പാരലൈസ് വരാം, ഓർമ്മക്കുറവ് വരാം, ഇതുകൊണ്ട് ഹാർട്ട് അറ്റാക്കായിട്ട് ആൾക്കാർ മരിക്കാം, ഇതുകൊണ്ട് സ്ട്രോക്കിലേക്ക് എത്തി ആൾക്കാർ മരിക്കാം, ഇതുകൊണ്ട് ഹൈ ബ്ലഡ് പ്രഷറായിട്ട് അറ്റാക്ക് വന്ന ആൾ മരിക്കാം, ഇതുകൊണ്ട് ഹൈ കൊളസ്ട്രോൾ ലെവൽ കൂടിയിട്ട് ഹൃദയരോഗങ്ങളുണ്ടാവാം, ഇത് ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആവുക, ഹോർമോൺ ഇംബാലൻസ് വരിക, WBC കുറയുക. ഇനി ടൈപ്പ് 1ഉം 2ഉം ഞാൻ പറഞ്ഞു പോയതാണ്, ഇവിടെ ചിത്രത്തിൽ കാണാം. പാങ്ക്രിയാസിനാണ് കംപ്ലയിൻറ്റ്. IDDM, ജുവനൈൽ ഡയബറ്റീസ്, കുട്ടികൾക്കും ഉണ്ടാവാം. ഇവിടെ ശ്രദ്ധിക്കുക, കണ്ട ഇൻസുലിൻ ഇങ്ങനെ നിൽക്കുക, സെല്ല് നമ്മുടെ പല കുട്ടികളുടെയും പോലെ നോക്കിയ അവസ്ഥയാണ്. ഇൻസുലിൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക, സെല്ല് വാതിൽ ഉറക്കില്ല, കണ്ടോ? അപ്പോൾ ചിത്രം കണ്ടോ? അപ്പോൾ നോൺ ഇൻസുലിൻ ഡയബറ്റീസ് മെൽറ്റസ്, അഡൽട്ട് ഓൺസെറ്റ് ഡയബറ്റീസ്. ഈ പടത്തിൽ കാണുന്ന പോലെ തന്നെ പ്രായമായി കഴിഞ്ഞാലാണ് ഈ അസുഖം കൊണ്ടുവരിക, 40 തൊട്ട് മേളിലേക്ക്. അപ്പോൾ ഇവിടെ എന്താ, സെൽസ് അവർ സ്വീകരിക്കണില്ല. ഇത് വീണ്ടും ഈ ബ്രീത്തിൻ്റെ ഇതൊക്കെ ഒരു ചിത്രമാണ്, ഞാൻ എല്ലാം പറഞ്ഞു പോയി. ഓൾവേസ് ടയേർഡ്, ഓൾവേസ് ഹംഗ്രി, ബ്ലഡ് വിഷൻ, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുക, സഡൻ വെയിറ്റ് ലോസ്. ഇങ്ങനെയുള്ളവർ ഏത് നേരം ഫുഡ് കഴിക്കുമെങ്കിലും ചിലവർ പെട്ടെന്ന് തടി കുറയും. നമ്പർ ഫീറ്റ്, വിരലുകളുടെ അവിടെ വേദന, നീര്, ചുമക്കുക, വൂൺസ്, മുറിവ് ഉണങ്ങില്ല, ഏത് നേരം ദാഹം. സ്ത്രീകൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ, വാഗിനൽ ഇൻഫെക്ഷൻ, സെക്സ്വൽ പ്രോബ്ലം. സൈൻസ് ആൻഡ് സിംറ്റംസ് ഓൾറെഡി പറഞ്ഞു ഇതാണ്. കണ്ട പോളിയൂറിയ, ഇൻക്രീസ് യൂറിനേഷൻ, പോളിഡിപ്സിയ, ഇൻക്രീസ് തേഴ്സ്റ്റ്, പോളിഫാഗിയ, ഇൻക്രീസ് ഹങ്കർ, ഇതൊക്കെ പറഞ്ഞു ഇതാണ്. വീണ്ടും അതിൽ സമയം കളയണില്ല. കോംപ്ലിക്കേഷനും പറഞ്ഞു ഇതാണ്. ഇതുകൊണ്ട് കാർഡിയോവാസ്കുലർ ഡിസീസ്, ബ്ലഡ് വെസൽ ഡാമേജ് ആവും, ഹാർട്ട് അറ്റാക്ക് വരും. കണ്ട അബൌട്ട് 75% ഓഫ് ഡെത്ത് ഇൻ ഡയബറ്റീസ് ആർ ഡ്യൂ ടു കൊറോണറി ഹാർട്ട് ഡിസീസ്. കാല് പഴുക്കുക, മുറിവ് ഒന്ന് പഴുക്കുക, കാല് മുറിക്കേണ്ടി വരിക, കൈ മുറിക്കേണ്ടി വരിക. നമ്മുടെ കോളേജിലെ മുൻ ട്രഷറർ കൊച്ചുമോനേട്ടൻ, അദ്ദേഹത്തിൻ്റെ കാലിൽ ഷുഗറായി ഇൻഫെക്ഷനായിട്ട് അവസാനം കാല് മുറിക്കാൻ വേണ്ടി കൊണ്ടുപോയി ആസ്റ്റർ മെഡിസിറ്റി കൊണ്ടുപോയി അവിടെ പരീക്ഷകൾ മരുന്ന് അടുത്ത് ആ കാല് മുറിച്ചായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. പക്ഷെ വെച്ചും കൊണ്ടിരുന്ന അവസാനം അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ടാവും, അങ്ങനെ മരണത്തിലേക്ക് വരാണ്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരാം, ഡയാലിസിസിലേക്ക് എത്താം. അപ്പോൾ ഈ അസുഖം മറ്റ് അസുഖങ്ങളും ഉണ്ടാക്കും. എന്തൊക്കെയാണ് ഇതിന് പോകാൻ വഴി? മാനേജ്മെൻറ്റ്, റെഗുലർ എക്സസൈസ് പ്രോഗ്രാം, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ജീവിത രീതി മാറ്റുക, അപ്രോപ്രിയേറ്റ് ഡയറ്റ് വിത്ത് ഫൈബർ റിച്ച് ഫുഡ്, ഫൈബർ കൂടുതലുള്ള, ഞാര് കൂടുതലുള്ള ഓറഞ്ച്, മുസാമ്പി. ഓൾറെഡി ഹൈ ഷുഗർ ഉള്ളവർക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്ന പരിമിതി ഉണ്ട്. അപ്പോൾ ഫൈബർ റിച്ച്,
ഓട്സ് ഉള്ളത്, ഓട്സ് അങ്ങനത്തെ ഉള്ളത്, അല്ലെങ്കിൽ എണ്ണയിൽ തവിടെണ്ണ. കീപ് ഒപ്റ്റിമം ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യുക. എങ്ങനെ? ഭക്ഷണവും ഡയറ്റും കൺട്രോൾ ചെയ്യാൻ എക്സസൈസും ചെയ്യണം. സ്റ്റോപ്പ് ആൽക്കഹോൾ കൺസപ്ഷൻ, അവോയ്ഡ് ഓവർ ഈറ്റിംഗ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ആൻഡ് ജങ്ക് ഫുഡ്. സ്റ്റോപ്പ് സ്മോക്കിംഗ്, കീപ് നോർമൽ ബ്ലഡ് പ്രഷർ, പീരിയോഡിക് ഗ്ലൂക്കോസ് ചെക്കപ്പ്, എപ്പോഴും ബ്ലഡ് ചെക്ക് ചെയ്യണം. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തുക. സൂര്യ നമസ്കാർ, പ്രാണമാസന, അത് തെറ്റിയേക്കണമെന്ന് എനിക്ക് തോന്നുന്നു, പ്രാണയാമ, ഹസ്തപാദാസന, ദണ്ഡാസന, ഭുജംഗാസന, താടാസന, പശ്ചിമോട്ടാസന, മയൂരാസന, ഗോമുഖാസന, ഹലാസന, സുപ്ത വജ്രാസന. യോഗ കണ്ട, കപാൽഭാതി, അത് പ്രാണയാമയുടെ ഒരു വേരിയേഷനാണ്. അങ്ങനെ ഇരുന്നിട്ട് പ്രാണയാമ ബ്രീത്തിങ് എക്സസൈസ് ആണ് കപാൽഭാതി. പശ്ചിമോട്ടാസന, സി ക്ലിയർ. അർദ്ധമയൂന്ദ്രാസന, അത് ഭുജംഗാസനയുടെ ഒരു ഡിഫറൻസ് ആണ് ഈ നിൽക്കുന്നത്. ഡയബറ്റീസ് പേഷ്യൻസ്. ഹലാസനയാണ് ഇത്, ഹലാസന. സി പത്മാസന വിത്ത് പ്രാണയാമ എക്സസൈസ്. പാദസ്ഥാസന. 1200 കലോറി ഭക്ഷണം ഒരു ദിവസം മതി ഡയബറ്റിക് ആയ പേഷ്യൻറ്റിന്. ഭക്ഷണം കുറയ്ക്കുക. ഓട്സും പച്ചക്കറി, സാലഡ്, വെജിറ്റബിൾ സാലഡ്, കാര്യങ്ങൾ, കുറച്ച് പ്രോട്ടീൻ, അങ്ങനെ കണ്ടൻറ്റ് കുറച്ച് സാധനങ്ങൾ കഴിച്ച് മെല്ലെ എക്സസൈസ് ചെയ്ത് സൂര്യ നമസ്കാരം നല്ലതാണ് കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനുള്ള ഒരു ടെസ്റ്റ് HbA1c ആണ്. HbA1c അതാണ് ഹിമോഗ്ലോബിൻ ചെക്ക്, ഐഡിയൽ ടെസ്റ്റ് ഫോർ ഡയഗ്നോസിങ് ഡയബറ്റീസ്. ഓക്കെ, അപ്പോൾ എവറി ഹ്യൂമൻ ബീയിങ് ഈസ് ദ ഓതർ ഓഫ് ഹിസ് ഓൺ ഹെൽത്ത് ഓർ ഡിസീസ്. ബുദ്ധ. എവറി ഹ്യൂമൻ ബീയിങ് ഈസ് ദ ഓതർ ഓഫ് ഹിസ് ഓൺ ഹെൽത്ത് ഓർ ഡിസീസ്. ബുദ്ധ. അപ്പോൾ ഇതാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണ. കണ്ട, നമുക്കിതിപ്പോൾ ചെറിയ പൈസയ്ക്ക് കിട്ടും. അവനവൻ്റെ വീട്ടിൽ നമുക്കിത് വാല്യൂ ചെക്ക് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കുക, ഈ അസുഖം വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്, ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ലൊരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റില്ല, സെക്സ്വൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റില്ല, പുകച്ചിൽ, എഴിച്ചിൽ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ രീതിയിലും ബാധിക്കും. സ്ത്രീകൾക്ക് പ്രസവ സമയത്ത് വളരെയധികം കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. നിങ്ങളുടെ കൊളസ്ട്രോൾ കൂടും, ഷുഗർ കൂടും. പാരമ്പര്യമായ ഷുഗറുള്ളവർ പൊതുവേ പ്രഗ്നൻസി സ്റ്റേജിൽ അതുവരെ ഇല്ലാത്ത ഷുഗർ പെട്ടെന്ന് വരും. പ്രഗ്നൻസിക്ക് കോംപ്ലിക്കേഷൻ വരും. അതുകൊണ്ട് എന്ത് ചെയ്യുക? എക്സസൈസ് ചെയ്യുക. ഇറ്റ് ഈസ് ഓൺലി ബെസ്റ്റ് റെമഡി. കണ്ടോ, വൺ ഡേ ഐ വുഡ് ലവ് ടു സേ ഐ യൂസ് ടു ഹാവ് ഡയബറ്റീസ്. മാറ്റണം നമുക്ക് ഈ അസുഖത്തിന്. ഐ എം സ്ട്രോങ്ങർ ദാൻ ഡയബറ്റീസ്. അപ്പോൾ ഹാവ് എ നൈസ് ഡേ.